നൊയമ്പുകാലം 3-ാം വാരം ശനി. തിരുവചനം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്ന അഹങ്കാരിയായ ഫരീസ്യനെയും പാപബോധത്താൽ തകർന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെയും കാണാം. എളിമയോടുകൂടി പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നാൽ അഹങ്കാരിക്ക് അനുഗ്രഹം ലഭിച്ചില്ല. അഹങ്കാരി ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്ന അനുഭവങ്ങൾ നിരവധിയാണ്. 2-ാം ലോകമഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ പരാജയപ്പെട്ടപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ സഖ്യകക്ഷികളെ ആദരവോടുകൂടി ചേർത്ത് പിടിക്കുകയും ജനറൽമാരുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ യുദ്ധം വിജയിച്ചു. എളിമയുള്ള മനോഭാവത്തിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മനോഹരമായ മാതൃക പരിശുദ്ധ കന്യാമറിയം തന്നെ. പരിശുദ്ധ അമ്മയുടെ സ്വീകാര്യമായ പ്രാർത്ഥനയുടെ വരികൾ: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്.